ഒറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ വായിച്ചു ഇരുന്ന് ഇതിനെ പ്രതികരിക്കുന്ന ആളുകളാണ് രാത്രി 8 വാർഡിൽ കൊണ്ടെത്തി എറിയുന്നത്. ഞങ്ങൾ എത്രയോ കൈയോടെ പിടിച്ചിട്ടുണ്ട്. ആർക്കും ഭയപ്പെട്ട് നിൽക്കൂല. ഒരിക്കലില്ല. ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാവുകയും ഇങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് നടന്നൊരു വിഷയമാണ്. പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായി പറയാം, എനിക്കതിൽ കേസുമായി പോകാൻ ഒരു താല്പര്യം. ഗോൾഡൻ അബ്ദുറഹ്മാൻ ഒരു ഗുണ്ടയാണോ? ഇതിലെ ഉത്തരം എന്റെ നാട്ടുകാർ. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനും ലീഗ് നേതാവുമായ ഗോൾഡൻ അബ്ദുറഹ്മാൻ ചാനൽ RBയുമായി മനസ്സ് തുറക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുണ്ടായ ആരോപണവും രാഷ്ട്രീയ വിവാദവും വലിയ പുകലുകളാണോ ഉണ്ടാക്കിയത്? നാട്ടുകാർക്കിടയിൽ സ്വീകാര്യത നേടുമ്പോഴും ഗുണ്ടാ പേര് എങ്ങനെ ചാർത്തപ്പെട്ടു? പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന നിലയിൽ ആദ്യം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? ഉപ്പളയിലും മംഗൽപാടി പഞ്ചായത്തിലും നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? മാലിന്യ പ്രശ്നങ്ങളിലെ ശാശ്വത പരിഹാരം തുടങ്ങിയോ? ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടിയുണ്ട്. വീഡിയോ മുഴുവനായും കാണുക. സ്വാഗതം ചെയ്യുന്നു ചാനൽ RBയിലേക്ക്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുറച്ചും പുകലുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗോൾഡൻ അബ്ദുറഹ്മാനെ കുറിച്ചിട്ടുള്ള പൊതുവായുള്ള ഒരു ജനങ്ങളുടെ ഒരു വിലയിരുത്തൽ, ഇല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുന്ന രീതി അതെങ്ങനെയാണ്? അതായത് പലരും പല സ്റ്റൈലിയായിരിക്കാം പ്രവർത്തന രംഗത്ത്. എല്ലാവർക്കും നാടകം കളിക്കാൻ അറിയില്ലല്ലോ, ഡ്രാമ കളിക്കാൻ അറിയില്ലല്ലോ. ഞാൻ എൻ്റെതായ ഒരു ശൈലി, കാരണം ഞാൻ ഉപ്പളയിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ഉപ്പള എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണ്. പക്ഷെ ചില ആളുകൾക്ക് ആ ഒരു ശൈലി ഒരു നെഗറ്റീവാണ് ഒരു ഇതുണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ജനനം എന്ന് പറയുന്നത് മംഗൽപാടി പഞ്ചായത്തിലെ ഹിദായത്ത് നഗറാണ്. അപ്പോൾ ഹിദായത്ത് നഗർ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും പല രീതിയിലാണ് പല അഭിപ്രായം. പക്ഷെ എൻ്റെ നാട്ടിൽ ആരെയും അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് കഴിയുന്നത്. പക്ഷേ പല ആളുകളും മുൻവീതിയോടെ കൂടിയാണ് പല കാര്യങ്ങളും കാണുന്നത്. ഞാനിപ്പോ ജില്ലാ പഞ്ചായത്ത് അംഗമായി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ഏറ്റവും ചെറിയ പ്രായം മുതലാണ്. ആ പ്രായം മുതൽ വരുമ്പോൾ ഉണ്ടാകുന്ന അസൂയകള്, ചില ആളുകൾ ഉണ്ടാക്കുന്ന കഥകള്, കാര്യങ്ങളാണ്. ഞാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് ഞാനാരും അറിയാം. പക്ഷെ ഞാൻ പറയാം, ഞാനൊരു ബ്ലാക്ക് ഒരാള്. അപ്പൊ എന്റെ മുഖം എപ്പോ നോക്കുമ്പോൾ ഒരു ഗൗരവത്തിലുണ്ടാവും. അപ്പൊ ആ ഗൗരവത്തിലിരിക്കുമ്പോ പല ആളുകളും അതിൻ്റെതായ ഭീകരത കാണും. അതാണ് പലപ്പോഴും അതിനെ ഏറ്റെടുക്കാനും കുറച്ച് ആളുകളുണ്ട്. ഞാൻ എന്റെ ഈ പൊതുപ്രവർത്തന രംഗത്ത് കണ്ട ഒരു വിഷയം, നല്ലത് ചെയ്താൽ അതിനെ പറയാനും പ്രചരിപ്പിക്കാൻ ആളില്ല, ആളുകൾ കുറവാണ്. പക്ഷെ ആരെങ്കിലും ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ അതിന് പ്രചരിപ്പിക്കാൻ, അതുകൾക്ക് കുറച്ച് കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ കുറെ ആളുകൾ, പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ അറിയില്ല. പക്ഷെ കുറച്ച് ആളുകൾക്ക് അതൊരു അരമാണ്. അങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാക്കി കാര്യങ്ങൾ പറയാ, അതിനെ സംസാരിക്കുക എന്നെല്ലാം പറയുന്നത് ഭയങ്കര വിഷയമാണ്. ഓക്കെ, ഞാൻ വേറെ കാര്യം ഇതിലേക്ക് വരുന്നത്, നിങ്ങൾ ചെറിയ പ്രായത്തില് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സംഭവമാണ്. 2010 ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുന്നത്. അന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു പ്രായമായിരുന്നു അല്ലെ? അതിന്റെ രീതി എങ്ങനെയാണ്? അന്ന് മുസ്ലിം ലീഗ് എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ബ്ലോക്കിലേക്ക്? ഞാൻ ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യമായി MSFന്റെ സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. പിന്നീട് കേരളത്തിൽ 240ഓളം ഹയർ സെക്കൻഡറികൾ അനുവദിച്ചപ്പോൾ നലക്കത്ത് സൂപ്പിയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി, ഇവിടുത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയും MLAയും ചെർക്കള അബ്ദുള്ള സാഹിബാണ്. അന്ന് AK ആന്റണി മന്ത്രിസഭയിൽ കുറെ +2കൾ അനുവദിച്ചപ്പോൾ എന്റെ ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും +2 അനുവദിച്ചു. മംഗൽപാടി പഞ്ചായത്തിലെ 4 സ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി അന്ന് അനുവദിച്ചു. അപ്പോൾ ഞങ്ങൾ പ്ലസ് സ്കൂളിൽ, അന്ന് ഞാൻ SSLC പാസ്സായ സമയമാണ്, പ്ലസ് സ്കൂളിൽ ജോയിൻ ആയി. MSFന്റെ സംഘടനാ പ്രവർത്തനത്തിൽ നേതൃസ്ഥാനത്തേക്ക് വന്നു. അങ്ങനെ വന്ന് പഞ്ചായത്ത് MSF, വാർഡ് യൂണിറ്റ് MSFന്റെ പ്രസിഡന്റും, അതുപോലെ വാർഡ് MSFന്റെ പ്രസിഡന്റും, പഞ്ചായത്ത് MSFന്റെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റായി ഇങ്ങനെ പ്രവർത്തന രംഗത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് എന്റെ നാട്ടിൽ എന്റെ ഒരു പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുന്നു. നിലവിൽ മത്സരിച്ച ആരും ഈ തെരഞ്ഞെടുപ്പിൽ 2010 മത്സരിക്കരുത്.
പ്രിയപ്പെട്ട ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബ്, മൈനാച്ചി, ബഹ്റാൻ മുഹമ്മദ്, കിയൂർ ഉസ്മാൻ സാഹിബ് ഒക്കെ സുപ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും മംഗൽപാടി പഞ്ചായത്തിന്റെ എല്ലാ ആളുകളും ആ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കും. ആ മാറി നിൽക്കുമ്പോൾ എങ്ങനെ പുതുമുഖത്തിന് ചാൻസ്. പക്ഷെ പുതുമുഖങ്ങളിൽ എനിക്ക് ഒരു സാധ്യതയില്ല. കാരണം എന്തായാലും ഞാൻ എത്രയോ താഴെത്തട്ടിൽ ഉള്ള ഒരാളാണ്. പക്ഷെ പാർട്ടി അന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ടി എം മൂസ സാഹിബാണ്. പാർട്ടി അന്ന് എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ റഹ്മാൻ ഈ പ്രാവശ്യം മത്സരം കൊണ്ടുപോകും. അത് നിങ്ങൾ കോളേജിൽ പഠിക്കുന്നുണ്ട്? അത് ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറാണ്. പക്ഷെ അതിൽ വലിയൊരു അത്ഭുതം പെടുത്തിയത് തന്നെ സാധാരണ രീതിയിൽ അത്ര ചെറിയ പ്രായത്തിൽ സ്വന്തം നാട്ടിലല്ലേ മത്സരം. ഒരു വാർഡിലേക്കാണോ നമ്മളൊരു പഞ്ചായത്തിലേക്കാണോ മത്സരം? ബ്ലോക്ക് ഡിവിഷൻ എന്റെ നാട്ടിലല്ല, എന്റെ നാടിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ അപ്പുറമുള്ള ബന്ദിയോട് ബ്ലോക്ക് ഡിവിഷനിലാണ് മത്സരിപ്പിക്കുന്നു. അവിടെ നല്ല രീതിയിൽ ജയിക്കുന്നു. നല്ല ത്രികോണ മത്സരം, BJP, LDF, UDF, നല്ല ത്രികോണ മത്സരം. അവരൊക്കെ അവിടുത്തെ ലോക്കൽ സ്ഥാനാർത്ഥികൾ, ഞാൻ മാത്രം പുറത്തുനിന്ന് പോകുന്ന സ്ഥാനാർത്ഥി. അന്ന് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 21-ാമത്തെ വയസ്സിൽ മത്സരിച്ച് വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഞാൻ. അന്ന് അതിനുശേഷമാണ് പ്രായം കുറഞ്ഞ ആൾക്കാരൊക്കെ അതിനുശേഷം അതായത് സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം, പക്ഷെ പുരുഷന്മാരുടെ ഇടയിൽ പ്രായം കുറഞ്ഞ ആള്. പക്ഷെ 2010 അപരൂപമാണ്. പക്ഷെ അതിന്റെ നാട്ടിൽ വലിയ വിഷയം ഞാനന്ന് കോളേജ്, ഗവൺമെന്റ് കോളേജ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ അകത്ത് മത്സരിക്കുക എന്നതാണ് എല്ലാവരും ആഗ്രഹം. പരാജയപ്പെടുക വിജയിക്കുമെന്നല്ല, അതിന്റെ അകത്ത് പ്രവർത്തിക്കുക എന്നതാണ്. ഞാൻ മത്സരിച്ച് എന്റെ വോട്ട് എണ്ണുന്നത് ഞാൻ പഠിക്കുന്ന കോളേജിന്റെ മുറ്റത്താണ്. അതുമല്ല, ഞാൻ പഠിക്കുന്ന എന്റെ ക്ലാസ് റൂമിലാണ് എന്റെ വോട്ട് എണ്ണുന്നത്. എന്നിട്ട് ആ വോട്ട് എണ്ണി പുറത്ത് വോട്ടെണ്ണൽ കേന്ദ്രം ഗവൺമെന്റ് കോളേജാണ്, മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജാണ്. എന്നിട്ട് ആ വിജയിച്ച് അതിന്റെ പുറത്ത് വരുന്നത് ഭയങ്കര ആരവായിരുന്നു. എന്റെ ഒരു ഞാൻ പലപ്പോഴും വിചാരിക്കും എന്റെ സ്വപ്നമാണോ, എന്താണ് സ്വപ്നം കാണുകയാണോ എന്നാണ്. അല്ല, പാർട്ടി അന്നേ നിങ്ങളെ കണ്ടുവച്ചു, നിങ്ങൾക്ക് സ്ഥാനം തന്നു, സംഭവങ്ങളാക്കി, നിങ്ങളെ കൂടെ നിർത്തി. പാർട്ടിക്ക് അറിയാം, പാർട്ടി കേന്ദ്രത്തിന് നിങ്ങൾ ആരാണെന്നുള്ളത് അറിയുന്നത് കൊണ്ടാണല്ലോ പല ഘട്ടങ്ങളിലും നിങ്ങളോടൊപ്പം പാർട്ടി എല്ലാത്തിനും. പാർട്ടി എന്നോട് മാറാൻ പറഞ്ഞ സമയമുണ്ട്. 2015 പിന്നെ പാർട്ടി എന്നെ മാറ്റി നിർത്തിയതാണ്. മാറാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പാർട്ടി പറഞ്ഞു ഈ പ്രാവശ്യം ഗോൾഡൻ മത്സര രംഗത്തേക്ക് വേണ്ടതാണ്. അത് ശരി, അങ്ങനെയുണ്ട്. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലെ? 15 ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് വരുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക്. ഞാൻ പിന്നീട് എന്റെ പഠനമായി മുന്നോട്ട് പോയി. STM-ലും പിന്നെ KVG സുള്ളിയിലാണ് LLB-ക്ക് ചേർന്നു. LLB ഫൈനൽ ഇയർ ഇരിക്കുന്ന സമയത്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ വരുന്ന സമയത്താണ് ഒരുപാട് ആളുകൾ ജില്ലാ പഞ്ചായത്ത്, അന്നൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് എന്നെ പോലുള്ള MSF-ലും യൂത്ത് ലീഗിലുള്ള ആളുകൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത സംഭവമാണ്. ആ ജില്ലാ പഞ്ചായത്തിലേക്കാണ് പിന്നീട് പാർട്ടി പ്രഖ്യാപിക്കുന്നത്. ഒരുപാട് ആളുകൾ അതിലുണ്ടായിരുന്നു പാർട്ടിയുടെ ലിസ്റ്റിൽ. എന്നെയും പിന്നെ അതിൽ പരിഗണന ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ് ജില്ലാ കമ്മിറ്റി അന്ന് വിളിച്ചു. അതിനിയനായ A അബ്ദുൾ റഹ്മാൻ സാഹിബ്, മരണപ്പെട്ട TA സാഹിബ് അന്ന് ജില്ലാ പ്രസിഡന്റാണ്, എന്നെ നിലയ്ക്കുന്നു. CT അഹമ്മദ് സാഹിബ് ഇന്നത്തെ ജില്ലാ പ്രസിഡന്റ്, കളക്ടർ മൈനാജി. ഓക്കെ, അപ്പോ അന്ന് A അബ്ദുൽ പറഞ്ഞൊരു കാര്യം, പാർട്ടി ഒരു തീരുമാനം പറയും, അത് നിങ്ങൾ എല്ലാവരും അനുസരിച്ച് പ്രവർത്തിച്ചോണം. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ, എല്ലാ ലിസ്റ്റും ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ടാകും, പണിയെടുക്കാനുള്ള ആളായിരിക്കാം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ നാട്ടിലേക്ക് എത്തി, എല്ലാവരും ടോപ്പ് ലീഡേഴ്സ്, ജില്ലാ ലീഗിന്റെ ഭാരവാഹികൾ, മണ്ഡല ലീഗിന്റെ ഭാരവാഹികൾ, പഞ്ചായത്ത് ലീഗിന്റെ ഭാരവാഹികളൊക്കെ ഞാൻ നാട്ടിലേക്ക് എത്തിയപ്പോൾ കാണുന്നത് പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ പത്രസമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഈ ബ്ലോക്കിലെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? 5 വർഷം നിങ്ങൾ ജനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ നാടിനുള്ള വികസന കാര്യത്തിൽ നിങ്ങളെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? ഒരു ഹൈവേ മാത്രമായിരുന്നു എന്റെ അപ്പുറം. ഹൈവേന്റെ ഇപ്പുറത്ത് എന്റെ കോളേജും, ബ്ലോക്കിന്റെ കാര്യമാണ്. ഹൈവേന്റെ ഇപ്പുറത്ത് എന്റെ കോളേജും, അപ്പുറത്ത് ബ്ലോക്ക് ഓഫീസും. ക്ലാസ്സിലേക്ക് പോകും, ബ്ലോക്കിലേക്ക്. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പോലെ സ്ഥിരം ആളുകൾ കയറി ഇറങ്ങുന്ന സ്ഥലമല്ല. അവിടെ അങ്ങനെ നിങ്ങൾക്ക് ഒരു വികസനം എത്രത്തോളം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അന്നത്തെ പരിമിതി വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അന്ന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നത്. അന്നൊക്കെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പുതിയ റോഡുകൾ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, നിലവിലുള്ള റീത്താറിങ് പറ്റില്ല. അതുപോലെ ഇത്ര 6 മീറ്റർ, ഒരുപാട് മാറ്റങ്ങൾ.
ജില്ലാ പഞ്ചായത്തിൽ വന്ന് ജയിച്ച് നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ വന്നപ്പോൾ ഞാനെല്ലാം സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. 1 മുതൽ ഡിഗ്രി വരെ സർക്കാർ സ്കൂളിൽ. LLBക്ക് മാത്രമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് പോയത്. അപ്പോ എനിക്കറിയാം, ഞാനൊരു കുടിവെള്ളം ഇല്ലാത്തപ്പോൾ സമരം ചെയ്ത ഒരാളാണ്. ഇന്ന് രാവിലെ OA വന്ന് മോട്ടർ ഇടാൻ മറന്നാൽ അന്ന് കുടിവെള്ളം ഇല്ല, അതിനുവേണ്ടി സമരം ചെയ്ത ആളാണ്. അതുപോലെ ഇരിക്കാൻ ബെഞ്ചില്ലാത്തൊരു കാലഘട്ടമാണ് ഞങ്ങൾ പഠിക്കുമ്പോൾ. പക്ഷെ ഞാൻ അതിനൊക്കെ കൃത്യമായി സ്വന്തം അനുഭവങ്ങൾ പാഠമാക്കി അതിനൊക്കെ തരണം ചെയ്ത് ഞാൻ എന്റെ മഞ്ചേശ്വരം ജില്ലാ ഡിവിഷനിലെ മുഴുവൻ സ്കൂളുകൾ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ, അത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് മാത്രമല്ല, MLAയുടെയും KDPയുടെയും ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് കൊണ്ടുവരാൻ പറ്റും ആ ഫണ്ടൊക്കെ കൊണ്ടുവന്നു. ഞാൻ എല്ലാ ദിവസവും ഈ സ്കൂളുകൾക്ക് സന്ദർശനം, ഏതെങ്കിലും ഒരു സ്കൂൾ ഒരു ദിവസം കയറും, അവിടുത്തെ ഡിസിപ്ലിൻ കാര്യത്തിൽ ഇടപെടും, എല്ലാ കാര്യങ്ങളിലും ഉച്ചഭക്ഷണം കുട്ടികളുടെ കൂടെ കഴിക്കും, എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും കൃത്യമായ എന്റെ ഒരു ശ്രദ്ധ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെതായ അതിന്റെ മാറ്റം നമ്മുടെ മേഖലയിലെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, ജില്ലാ പഞ്ചായത്തിന്റെ ഒരു വലിയൊരു മേഖലയാണ്. അതുകൂടാതെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇടപഴകിയ ഒരു വ്യക്തിയാണ്. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്ക് വരുമ്പോൾ അത് ഗ്രാമപഞ്ചായത്തിലേക്ക് വരണം, അല്ലെങ്കിൽ വാർഡിൽ നിന്ന് മത്സരിക്കണം, അതിലൊരു സ്ഥാനത്തേക്ക് എത്തണമെന്ന് വ്യക്തിപരമായി ഓരോരാൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളെ വ്യക്തിപരമായ താല്പര്യമായിരുന്നോ ഗ്രാമപഞ്ചായത്തിലേക്ക് വരിക എന്നുള്ളത്, അല്ല പാർട്ടിയുടെ തീരുമാനമായിരുന്നു? എന്താണ് അതിന്റെ ഒരു രീതി? അതായത് ഞാൻ സത്യത്തിൽ ഈ പ്രാവശ്യം മത്സരരംഗത്ത് ഉണ്ടാവുന്നിട്ട് ആഗ്രഹിച്ച ഒരാളല്ല. കാരണം എനിക്കൊരു അനുഭവമുണ്ട്. കാരണം ഒരു 5 വർഷം കഴിഞ്ഞാൽ എന്നെ മാറ്റി നിർത്തലൊരു സ്വഭാവമാണ്. അപ്പൊ ഞാൻ അതിലെ ഇടപെട്ടൊരു വിഷയമാണ് ഉപ്പളയിലെ വയ്യോരങ്ങളുടെ വിഷയം, പൊതുജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റാത്ത വിഷയം. അപ്പൊ പല ആളുകളും എന്നെ സ്വകാര്യമായി ഭീഷണിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അടുത്തൊരു മത്സരിക്കണ്ടേ, ഇവർ എതിരാവില്ലേ, വോട്ട് വേണ്ടേ? ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾ നടന്നു പോകുന്ന സ്ഥലമാണ്, ഒരു വ്യക്തിക്ക് വേണ്ടി ഇതിന് കണ്ണടിച്ചാൽ ഇവരൊക്കെ എങ്ങനെ നടന്നു പോകും? അപ്പോ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ എന്തായാലും ഒരു പ്രാവശ്യത്തേക്ക് ഉണ്ടാകും. കാരണം മംഗൽപാടിൻ്റെത് അങ്ങനെയാണ്, ഒരു പ്രാവശ്യം മത്സരരംഗത്തേക്ക് വന്ന ആള് മറ്റൊരു പ്രാവശ്യം വരുമ്പോൾ അത് മാറ്റി നിർത്തി മറ്റൊരാൾക്ക് അവസരം കൊടുക്കും. അങ്ങനെ MSFയിലെ മംഗൽപാടിയിൽ തുടർച്ചയായി അവസരങ്ങൾ നൽകാറില്ല, പൊതുവെ നൽകാറില്ല. ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബിന് ശേഷം നൽകാറില്ല. അപ്പോൾ എന്റെ വാർഡിൽ കൺവെൻഷൻ വിളിച്ചു, തെരഞ്ഞെടുപ്പുമായി വന്നു. എന്റെ 2ാം വാർഡ് എന്ന് പറയുന്നത് ലീഡർമാർ ഒരു നിര തന്നെ ഉള്ള ഒരു 2ാം വാർഡിൽ നിങ്ങളെ ഉപ്പള ടൗൺ മുതൽ ഉപ്പളകെട്ട് ഭഗവതി വരെയുള്ളതാണ് 2ാം വാർഡ്. അപ്പൊ അതിലെല്ലാ ടോപ്പ് ലീഡേഴ്സ്, എല്ലാം സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി അംഗം മുതൽ വാർഡ് ഇങ്ങനെ അവരുള്ള ആളുകളുണ്ട്. അതിൽ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്, ജില്ലാ മണ്ഡല ഭാരവാഹിക്ക്, പഞ്ചായത്ത് ഭാരവാഹികളും, എല്ലാ ടോപ്പ് ലീഡേഴ്സും പ്രൊഫഷണലും. അവിടെ കൺവെൻഷനിൽ അന്ന് ഒരു കൺവെൻഷനിൽ 400 ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു, ചെറുതും വലുതും എല്ലാവരും. ഒറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ. വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച ഒറ്റൊരു പേര്, കമ്മിറ്റി അല്ല, ഒരു നാട് കൺവെൻഷൻ വിളിച്ചു ചേർത്ത് 450 ആളുകൾ കൂടിയിട്ട് ഒറ്റ പേരാണ് ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ. അത് വാർഡിലേക്ക് വേണം, ആ വാർഡിലേക്ക് വേണമെന്നുള്ള ആ തീരുമാനം. ഒറ്റ പേര് പഞ്ചായത്തിന് പോയി, പഞ്ചായത്ത് മണ്ഡലം ജില്ലാ സംസ്ഥാനം വരെ പോയിട്ട് ആ ഒരു പേര് അംഗീകരിച്ചു വന്നു. പിന്നീട് ഈ അധ്യക്ഷ പദവിയിലെത്തുന്നു. ഇപ്പൊ നിങ്ങള് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് എന്ന നിലയിലാണെങ്കിലും നിങ്ങളെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പേര് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടാവും, ഒരു പ്രസിഡന്റായി ഞാൻ വന്നാൽ മംഗൽപാടി പഞ്ചായത്തിൽ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ സാധിക്കും, എന്റെ ഭരണ മികവ് കാണിക്കണം. അങ്ങനെ നിങ്ങൾ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഇല്ലെങ്കിൽ അടിയന്തിരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എന്റെ ആഗ്രഹത്തിന് മംഗൽപാടിയിൽ ഒരു പ്രസക്തിയില്ല. കാരണം ഈ 10-60-70 വർഷമായി ഈ പഞ്ചായത്തിൽ കൃത്യമായി മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സ് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലാണ് തുടർച്ചയായി ഇതിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 15 സീറ്റായിരുന്നു, ഇന്ന് 19 സീറ്റായി. ഞങ്ങള് സീറ്റുകളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനം തന്നെയാണ്, ഒരു സംശയമില്ല. 2ാമത്തെ വിഷയം, മത്സരരംഗത്തേക്ക് വരാത്ത ഞങ്ങളെ കുറെ നേതാക്കന്മാർ. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ TM മൂസ സാഹിബ്, അദ്ദേഹത്തിന് MLA വരെ ആവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹമൊക്കെ ഈ ഭരണത്തില് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഓരോ പ്രൊജക്റ്റും, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊജക്ടുകളുടെ നമ്പർ അടക്കം കൃത്യമായി അദ്ദേഹം പറയും. അങ്ങനെ കുറച്ച് ആളുകൾ ഇതിന്റെ പിറകിൽ
ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതാണ് ജനങ്ങളെ ഏറ്റെടുക്കുകയും വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ കൃത്യമായി അതായത് പഞ്ചായത്ത് ഭരണത്തിൽ പോലും മുസ്ലിം ലീഗിന്റെ നേതൃത്വം കാര്യമായി നോക്കുന്നു, വീക്ഷിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഓരോ ദൈനംദിന പ്രവർത്തനങ്ങളും ആളുകൾ ഇവിടെ സർവീസ് കിട്ടിയില്ലെങ്കിൽ കൃത്യമായി പരാതി വരാൻ പാടില്ല എന്നുള്ളത് പാർട്ടി നേതൃത്വത്തോട് പറയുന്നുണ്ട്. ഞാൻ 10 മണിക്ക് എത്തിയില്ലെങ്കിൽ അതടക്കം എന്റെ പാർട്ടി നേതൃത്വത്തെ വിളിച്ചു പറയുന്നു, പ്രസിഡന്റ് എത്തിയില്ല. പാർട്ടി നേതൃത്വം വിളിച്ചു ചോദിക്കുന്നു എവിടെ പോയി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും രാവിലെ എത്താൻ വൈകിയാൽ ഞാൻ നേതൃത്വത്തോട് പറയും, ഇന്ന രാവിലെ ഇന്ന പ്രോഗ്രാം ഉദ്ഘാടനം അല്ലെങ്കിൽ ഇന്നത് പങ്കെടുത്തിട്ട് ഞാൻ എത്തൂ. ഞങ്ങളൊരു ടീം വർക്കായിട്ടാണ് ഇതിന്റെ അകത്ത് ചെയ്യുന്നത്. അതിൽ എന്റെ പിന്നെ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പഞ്ചായത്തിന്റെ പുതിയൊരു കെട്ടിടം എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നമാണ്. ആധുനിക കാലഘട്ടത്തിലെ പുതിയ സൗകര്യങ്ങളോടുകൂടി ഭാവിയിൽ ഒരു മുനിസിപ്പാലിറ്റി സാധ്യത കണ്ടുകൊണ്ടുള്ള ഒരു നല്ല മനോഹരമായ ഒരു കെട്ടിടം. അതുപോലെ ഉപ്പളയുടെ മുഖച്ഛായ മാറ്റിയത് എന്ന് പറയുന്നത് ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബിന്റെയും സിദ്ദു കുഞ്ഞാജിയുടെയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഉപ്പള ബസ് സ്റ്റാൻഡ് അത് ഒന്ന് പുതിയ കാലഘട്ടത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ നടത്തേണ്ടതുണ്ട്. അതിന്റെ പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, ബസ്സുകൾ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് സെന്റർ, ആധുനിക രീതിയിലുള്ള ഫിഷ് മാർക്കറ്റ്, അതുപോലെ എല്ലാ രീതിയിലും ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പൊ ശുചിത്വം പാലിക്കേണ്ട ഒരു വിഷയം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം മനസ്സിലുണ്ട്. പിന്നെ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പഴയതാണ്, അതിനൊക്കെ പുതിയ ഹൈടെക് ആക്കി കൊണ്ടുവരേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു 5 ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും സർക്കാർ മേഖലയിലുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇതാണ്. അതല്ലാതെ CBSE മേഖലയിലും ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുള്ള ഒരു പഞ്ചായത്താണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, കുടിവെള്ളം, വെളിച്ചം, മറ്റു ക്ഷേമ പ്രവർത്തനങ്ങളും ആണ് പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ളത്. പിന്നെ ഉള്ളത് മാലിന്യത്തിന്റെ ഇതിലേക്ക് ഞാൻ വരാൻ കിടക്കുകയാണ്. നിങ്ങൾ എന്നെ വേറിട്ടതുകൊണ്ട് കുഴപ്പമില്ല. മാലിന്യ ജില്ലയിൽ തന്നെ ഏറ്റവും മോശമായ പഞ്ചായത്തായിരുന്നു മംഗൽപാടി. അത് നിങ്ങൾക്ക് ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിക്കുമ്പോൾ മുസ്ലിം ലീഗ് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷെ ജില്ലാ കളക്ടർ അടക്കം പറഞ്ഞ പല പദ്ധതികളുണ്ട്. അത് ഇപ്പൊ ദേശീയപാത വരുന്നതിന് മുമ്പത്തെ സാഹചര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ദേശീയപാത വരുമ്പോൾ കുറേ മാലിന്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നീക്കേണ്ടി വന്നു, നീക്കിട്ട് പോയി സംഭവങ്ങളാക്കി. പിന്നീട് വന്ന് ഈ 5 വർഷത്തിൽ മാലിന്യ പ്രശ്നത്തിന് അത്രയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് നല്ലോണം കഴിഞ്ഞ ഭരണസഭയുടെ തുടക്കത്തിലാണ് ചില ആളുകൾ സംഘടിതമായി ഈ ഭരണത്തെയും പിന്നെ ഇവിടുത്തെ ഭരണ സംവിധാനത്തെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ഞാൻ പലപ്പോഴും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം രാത്രിയൊക്കെ ഇതിനെ വാച്ച് ചെയ്യാൻ വേണ്ടി നിന്ന ആളുകളാണ്. ഒരു പ്രതിഫലമില്ലാതെ ആളുകളാണ്. ആ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സംഘടിതമായി സംഘടിതമായി തള്ളുന്നു. പലപ്പോഴും പല ആളുകൾ ഈ രാവിലെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ വായിസ് എടുത്ത് ഇതിനെ പ്രതികരിക്കുന്ന ആളുകളാണ് രാത്രി 8 മാർഗത്തിൽ കൊണ്ടെത്തി എറിയുന്നത്. ഞങ്ങൾ എത്രയോ കൈയോടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സോറിയിലാണ് അത് പോകുന്നത്. പക്ഷെ നമുക്കറിയാം അങ്ങനെ അവരെ അപമാനിക്കേണ്ട ആ രീതിയിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഭരണസമിതി മാലിന്യ സംസ്കരണത്തിന് മാലിന്യത്തിന്റെ സംഭവത്തിന് എന്തൊക്കെ നടപടികൾ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കും? ഇവിടെ കഴിഞ്ഞ ഭരണസമിതി തുടർന്ന കുറെ പദ്ധതികളുണ്ട്. കേരളത്തിന് മാതൃകയായ ഒരു പദ്ധതി ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഭരണസമിതിയിൽ കൊണ്ടുവന്നതാണ് കുപ്പണ്ണൂർ കരമാലിന്യ പ്ലാന്റ്. അതിന്റെ ലക്ഷ്യം തന്നെ കർഷകർക്ക് ചെറിയ തുച്ഛമായ വിലയിൽ വളങ്ങൾ നൽകുക, ജൈവവളങ്ങൾ നൽകുക. മാലിന്യത്തിൽ അത് മോഡൽ പദ്ധതിയാണ്. ഇന്ത്യയുടെ ഒരു ഏകദേശം 10ഓളം സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഇത് അന്വേഷിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ ശ്രദ്ധക്കുറവ് മൂലമാണ് അവിടെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കൂമ്പാരമായി മാറിയത്. ഇപ്പൊ അവിടെ നോക്കിക്കോളി, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഡബിൾ എഞ്ചിൻ ഇൻസുലേറ്റർ ആണ്. ഈ പമ്പേഴ്സും പാഡും കാര്യങ്ങളെല്ലാം ഇപ്പോ പൊതുസ്ഥലങ്ങളിൽ ആളുകൾ വലിച്ചെറിയുന്നത്. അതിനെ പിന്നെ സംസ്കരിക്കുന്ന അതിന്റെ മെഷീനുകളാണ് 1 കോടി അധികം 1.5 കോടിയോളം രൂപ അതിന് ചെലവുണ്ട്. അത് വന്ന് അതോടെ വരുന്നതോടെ കൂടി പൂർണ്ണമായും തീർന്നു. പൂർണ്ണമായും മാലിന്യം. ഇപ്പൊ അവിടെ നിന്ന് ജൈവവളം കൊടുക്കാൻ പറ്റുന്നുണ്ടോ?
കൊടുക്കുന്നുണ്ട്? എല്ലാം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? എത്ര തുക വെച്ചിട്ടാണ് കൊടുക്കുന്നത്? കർഷകർക്ക് എത്ര തുക വെച്ചിട്ടാണ്? എങ്ങനെയാണ്? സബ്സിഡിയിലാണോ? ഇപ്പൊ നിലവിൽ എല്ലാ മാലിന്യവും മിക്സ് ആണ്. അതിനെ ഫിൽട്ടർ ചെയ്യുന്ന വർക്കാണ് ഇതിന്റെ അകത്ത് ചെയ്യുന്നത്. ഭാവി അവിടെ അവസാനം ഞാൻ മനസ്സിലാക്കുന്ന 2019 വരെ ആ പ്രവൃത്തി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 2019 വരെ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ പിന്നീടായത് ഇതിന്റെ മോണിറ്ററിംഗ് ഒക്കെ ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ശ്രദ്ധ നോട്ടം കുറവ്. അവിടെ 10-15ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു, സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് ഇവർ അങ്ങോട്ട് ഉദ്യോഗസ്ഥന്മാരെ നോക്കാൻ പോവാത്തത് കൊണ്ട് അവർ അവരെ രീതിയിലേക്ക് മാറി. അവിടെ കാര്യങ്ങളൊന്നും നടക്കാതെയായി. പിന്നീട് വന്ന ഭരണസമിതിയൊക്കെ കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്തു. കാര്യങ്ങളൊക്കെ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർ പോയോ ഇല്ല എന്നുള്ളത് നോക്കേണ്ടത് ഭരണസമിതിയുടെ ഒരു ചുമതലയാണല്ലോ. അതായത് കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അടിച്ചാക്ഷേപിക്കുന്നില്ല. ചില ആളുകളൊക്കെ ഇവിടെ വരുന്നത് അറിയല്ലോ, കർണാടകന്റെ ബോർഡറായി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ഒന്ന് സൂചിക്കാന്നുള്ളത് അവർ വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളെ ഞാൻ പറയില്ല, ഒന്നെങ്കിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ, ഒന്നല്ലെങ്കിൽ തെക്കൻ ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഫ്രഷ് PSCയെ കൊടുക്കുന്നത് ഒരു ട്രെയിനിങ് എന്ന നിലയിൽ ഇവിടേക്ക്. അതായത് ഈ പഞ്ചായത്ത് മാത്രമല്ല, ഈ കാസർഗോഡിന്റെ ഭൂരിഭാഗം കൊടുക്കുന്ന മംഗൽപാടിയിലേക്ക്. ഇവർ ഇതിനെ പഠിച്ച് വരുമ്പോൾ ഒരു 6-7 മാസം ഇവർ ഇവിടെ ഡ്യൂട്ടി കയറും, പിന്നീട് ട്രെയിനിങ്ങിന് പോകും, പിന്നീട് ഇതിനെ ചോദിച്ച് പഠിക്കും. ഇവിടെ ഫയലൊക്കെ പെൻഡിങ്. ഇതാണ് ഏറ്റവും പ്രശ്നമുള്ളത്. നിലവിലുള്ള സാഹചര്യം അങ്ങനെയാണ്. ഞാൻ ആദ്യം ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം ഇവിടുത്തെ ഡെയിലി വേജസും പെർമനന്റ് ഉള്ള എല്ലാ സ്റ്റാഫുമായി സംസാരിച്ചു. അതിന് പെൻഡിംഗ് ഉള്ള ഫയൽ എടുത്തു. കേസ് മാർട്ടിലേക്ക് മാറുന്നതിനേക്കാൾ മുമ്പും പിന്നെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. ഇപ്പൊ പെൻഡിംഗ് ഫയലുകൾ തീർപ്പാക്കലാണ് ആദ്യത്തെ നടപടി. അതിപ്പോ ചെയ്തു വരുന്നത്. അത് ചെയ്യുന്നു. കൂട്ടത്തിൽ സർവീസ് കൃത്യമായി കൊടുക്കുന്നു. ഇപ്പൊ നിലവിൽ മംഗൽപാടി പഞ്ചായത്തിലെ മുഴുവൻ സ്റ്റാഫുകൾ ഏറ്റവും നല്ല നിലവിലുള്ള സ്റ്റാഫുകളാണ്. അവരെ പിന്നെ ഏത് സമയത്തും, അതായത് 10 മണി മുതൽ 5 മണി എന്നല്ല, എല്ലാ സമയത്തും അവരെ തയ്യാറാണ്. ഭരണസമിതിയോടൊപ്പം ഉണ്ട്. ഓക്കെ. ഇപ്പൊ നിങ്ങള് ഈ മംഗൽപാടി പഞ്ചായത്ത് കോംപ്ലക്സ്, ഒരു പഞ്ചായത്തിന് നല്ലൊരു അത്യാധുനിക സൗകര്യം വേണം, ഒരു പുതിയൊരു കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരു സ്വപ്ന പദ്ധതി പറഞ്ഞു. അതിന് ഇതേ സ്ഥലമാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ സ്ഥലം എടുത്തു വെച്ചിട്ടുണ്ടോ? അതിന്റെ ചർച്ചകളോ പ്രാഥമിക നടപടികളോ ആലോചനയിലാണ്. പഞ്ചായത്തിന് ഇത് സ്വന്തം സ്ഥലം, മറ്റു സ്ഥലങ്ങളുണ്ട്. അത് എല്ലാവരുമായി ഇവിടെയുള്ള ചെറിയൊരു സ്പേസും സ്ഥലം അല്ല. ഇത് മാത്രമല്ല, സ്ഥലങ്ങൾ പഞ്ചായത്തിലെ സ്ഥലങ്ങൾ എല്ലാവരും ആലോചിച്ച് ഇവിടെ വേണമെങ്കിൽ ഇവിടെ, മറ്റൊരു സ്ഥലത്ത് വേണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത്, അതെല്ലാവരുമായി, എല്ലാ പാർട്ടി ആളുകളുമായി എല്ലാവരുമായി ആലോചിച്ചു. കാരണം എന്തായാലും പുതിയ കെട്ടിടം വേണം. അതിൽ ഈ 5 വർഷത്തിൽ അതിനുള്ള പണിയൊക്കെ ആരംഭിക്കും, പൂർത്തീകരിക്കും. 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും. അതെയാ? അത് ശരി. 1 വർഷത്തിനുള്ളിൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നമ്മൾ തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. അതായത് ചില കാര്യങ്ങളൊക്കെ ചില കൂടിയാലോചന നടത്തി അതിന്റെ പൂർത്തിയായതിനു ശേഷമേ എനിക്ക് പറയാം. ഞാൻ പ്രസിഡന്റാണ്, ആധികാരികമായി പറയാം. പക്ഷെ അത് അത്ര ഒരു ശരിയായ ഒരു ചാനലല്ല. അതായത് പൂർണ്ണമായും പാർട്ടിയെ മാനിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു അല്ലേ? ഓക്കെ. ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇലക്ഷന് മുമ്പിൽ നടന്ന ഒരു വീഡിയോയുമായി പ്രചരിച്ച കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട്. ഗോൾഡൻ അബ്ദുറഹ്മാൻ ഒരു ഗുണ്ടയാണോ? ഇതിലെ ഉത്തരം എന്റെ നാട്ടുകാർ, എന്റെ മഞ്ചേശ്വരത്തെ, എന്റെ മംഗൽപാടിയിലെ ഉപ്പളയിലെ ആളുകൾ പറയും ഞാൻ ഗുണ്ടയാണോ. അല്ല, നിങ്ങളൊരു കാഴ്ചപ്പാടില് ഞാൻ എന്റെ ഒരു ഉമ്മയുടെ മകനാണ്, ഒരു ഉപ്പയുടെ മകനാണ്, ഞാനൊരു ഭർത്താവാണ്, സഹോദരനാണ്, എല്ലാമാണ്. ഇങ്ങനെയുള്ള ആൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു വാചകം? ഏതൊരു സ്ത്രീക്കും ഇല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും, ഏതൊരു ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ഗോൾഡൻ അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൽ പേടിയൊന്നും വേണ്ട അല്ലേ? ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ എല്ലാ സർക്കാർ സ്കൂളുകളിൽ പഠിച്ച ആളാണ്, കോളേജുകളിൽ പഠിച്ച. എന്റെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എല്ലാ സമുദായത്തിലുള്ള ആളുകളുണ്ട്, എല്ലാ പ്രായത്തിലുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ എന്നെ കൃത്യമായിട്ട് അറിയാം ഞാൻ ആരാണ്, എന്താണ്. പക്ഷെ ചില ആളുകൾ അങ്ങനെ ഒരു പേര് പട്ടം തരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇന്നല്ല. 2010 ഞാൻ മത്സരിച്ച നാള് മുതൽ
അങ്ങനെ ഒരു പട്ടം ചാർത്താൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ ഈ ഗോൾഡൻ റഹ്മാൻ ഒരു ഗുണ്ടയാണെന്നുള്ള ചിത്രീകരിക്കാൻ നോക്കുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യ വീഡിയോയുടെ തുടക്കം പറഞ്ഞതാണ് ഇന്റർവ്യൂയുടെ, എന്റെ നാട് ഉപ്പളയാണ്. അതെ, മനസ്സിലായി. എന്റെ ആളുകൾക്ക് ഒരു എതിർക്കാനുള്ള, ഇല്ലെങ്കിൽ ഒരു പറയുമ്പോ നീ എന്ന് പറയുമ്പോൾക്ക് അങ്ങനെ പാവത്തരത്തിൽ നിൽക്കൂല. ഞങ്ങളുടെ നാട്ടിന്റെ ഒരു ശൈലിയാണ്, രീതിയാണ്. ആർക്കും ഭയപ്പെട്ട് നിൽക്കൂല. ഒരിക്കലും. പക്ഷെ നിങ്ങളെ സ്വഭാവത്തിൽ നിന്ന് പല ആൾക്കാരും തിരിതിരിക്കുന്നുണ്ടാവാം. അതെന്നെ പഠിക്കാത്തത് കൊണ്ടാണ്. ഞാൻ അതിലെന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും അതിൽ പറയാൻ പറ്റില്ലല്ലോ. കാരണം ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ അവന്റെ കൂടെ ഒരു ദിവസം യാത്ര ചെയ്യണം. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അതാണ് ഞാൻ ഈ ജില്ലാ പഞ്ചായത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രസിഡന്റുമായി പദ്ധതിക്ക് പിന്നെ അടികൂടിയിട്ടേ ഇല്ല. എനിക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പ്രകാരം ഞാൻ പ്രസിഡന്റിന് ഇടപെടും. ആ പദ്ധതികൾ ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായ കാര്യങ്ങൾ ഇടപെടും. കാരണം എനിക്കറിയാം എന്റെ നാടിനെ കുറിച്ച് എനിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കുടിവെള്ളം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട്, മാലിന്യവുമായി ബന്ധപ്പെട്ട്, ഭാവി തലമുറയ്ക്ക് ഈ ഒരു സാഹചര്യം കഴിഞ്ഞുപോയ തലമുറയാണ് നമുക്ക് തന്നത്. തിരിച്ചു വരാൻ പോകുന്ന പുതിയ തലമുറയ്ക്ക് ഇതിനെ കൈമാറേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഇതിലും സുന്ദരമായി നമ്മൾ കൈമാറണമെങ്കിൽ കുറെ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോട് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ പല ആളുകളും വിചാരിക്കും, ചില കാര്യങ്ങൾ കർക്കശമായി തീരുമാനങ്ങൾ പറയുമ്പോൾ പറയും ഇദ്ദേഹം എന്താണ് ഇങ്ങനെ. അതെ അതെ. ഇപ്പൊ ഇത് തെരഞ്ഞെടുപ്പിലെ സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകും, അത് പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമാണ്. നിങ്ങൾ എതിർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ ഒരു കേസുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങോട്ട് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കേസായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളെ ഇലക്ഷൻ സമയത്ത് വന്ന ഒരു പ്രശ്നങ്ങൾ എന്തായിരുന്നു സംഭവങ്ങൾ? തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം ഞങ്ങളെ വാർഡിലെ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് പോയിക്കൊണ്ടായിരുന്നു. ആ പോകുന്ന സമയത്ത് സ്വാഭാവികമായും അതിന്റെ വിജയാഹ്ലാദം നടത്തുമല്ലോ. രാജ്യത്ത് അത് സർവ്വസ്വാഭാവികമാണ്. ആ പോകുന്ന സമയത്തൊന്നും അവിടെ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാവുകയും ഇങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് നടന്നൊരു വിഷയമാണ്. പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായി പറയാം, എനിക്കതിൽ കേസുമായി പോകാൻ ഒരു താല്പര്യമില്ല. പക്ഷേ ഞങ്ങള് പ്രവർത്തകന്മാർ വിജയാഹ്ലാദവുമായി മാന്യമായി ഒരു PW റോഡിലൂടെ പോകുമ്പോൾ ഉണ്ടായ വിഷയത്തിൽ അതിൽ ജാഥയിൽ വന്ന ആളുകളെ, അതിൽ ഇന്നസെന്റ് ആയ ഒരു ബന്ധമില്ലാത്ത കുറെ ആളുകളെ, ഒരു വീട്ടിലെ 2-3 ആളെല്ലാം അതിലെ അനുസരികളിൽ 2 ബ്രദേഴ്സാണ്, 2 ബ്രദേഴ്സാണ്, 4 ആളും സ്വന്തം സഹോദരന്മാരാണ്. അവരൊക്കെ കള്ളക്കേസിൽ ഇടുമ്പോൾ സത്യസന്ധമായി നടന്ന വീഡിയോ ഞങ്ങൾ അത് ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചു. അങ്ങനെ ഇതില് പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ചെയ്തത് എന്താ? അതൊന്ന് കാണിക്കട്ടെ. ആ വീടും പരിസരവും ഒക്കെ മുഴുവനായി CC ക്യാമറയാണ്. അപ്പൊ അങ്ങനെ CC ക്യാമറ ഇരിക്കും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിക്കൊണ്ട് വന്ന് അതിൽ വേറെ ചെറിയൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അതൊരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ് എങ്കിലും, നിങ്ങൾ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ പ്രചരിക്കുകയുണ്ടായി. നിങ്ങളൊരു വ്യക്തിയെ എന്തോ റോഡിൽ നിന്ന് മാറ്റി ഉണ്ടായിസം കാണിച്ചു, സംഭവങ്ങളൊക്കെ വന്നു. ആ സംഭവം കഴിഞ്ഞതാണ്. അതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ അതുപോലെ പല ആളുകൾക്കും മനസ്സിന് വിഷമങ്ങളും പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. നിങ്ങൾക്കും ഉണ്ടാകാം, ഇല്ലെങ്കിൽ പല ആളുകൾക്കും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന സ്വഭാവം അതല്ല. എല്ലാവരും സുതാര്യമായി കാണും, ഒരാളടുത്തും വൈരാഗ്യമില്ല, ഞാൻ പക്കയാണ്, എൻ്റെ അടുത്തേക്ക് ആർക്കും സമീപിക്കാം എന്നുള്ള മെസ്സേജാണോ? എങ്ങനെയാണ് ഒരു മെസ്സേജ് നിങ്ങൾ നൽകുക? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലല്ല, ഒരു സാധാ മുസ്ലിം പ്രവർത്തകൻ എന്ന നിലയിൽ ആർക്ക് വേണമെങ്കിലും വരാം. കാരണം ഞങ്ങളുടെ നിലപാട് എപ്പോഴും തുറന്ന പുസ്തകം പോലെയാണ്. അദ്ദേഹം ഏത് പ്രകോപനത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ആ പരിസരത്ത് നടന്നിട്ടേ ഇല്ല. അദ്ദേഹം പത്തോടി പറയുന്ന റോഡിന്റെ സൈഡാണ് ഇത് ഈ കച്ചവടം ചെയ്തുകൊണ്ടായിരുന്നത്. അവിടെ ഈ കച്ചവടം ചെയ്യുന്ന സമയത്ത് മണിക്കൂറുകളോളം വാഹനങ്ങൾ ബ്ലോക്കാകുന്നു, ഹൈവേക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നം ഇരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വമേധം മാറിപ്പോവുകയും അദ്ദേഹം ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത് ഹൈവേയുടെ സൈഡ് തന്നെയാണ്, പോസ്റ്റ് ഓഫീസിന്റെ സൈഡ് തന്നെയാണ്. പക്ഷേ ചില ആളുകൾ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടില്ല. ആ സ്ഥലം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോവാം. അദ്ദേഹം അതിനുശേഷം അദ്ദേഹം പല ആളുകളെ വിട്ടു പറഞ്ഞു, എന്നോട് പിന്നെ പൊരുത്തപ്പെടണം, മാപ്പാക്കണം, ഞാനത് പ്രകോപനം കൂടെ എന്നെ ആളുകൾ ചതിച്ചതാണെന്നെല്ലാം പറഞ്ഞിട്ട് അത് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വന്ന ഒരു വീഡിയോ ആയിരുന്നു. 4 മണിക്കൂർ നിങ്ങൾക്കെതിരെ
മനഃപൂർവ്വം ഉണ്ടാക്കിയ വീഡിയോ. ഞാനതിന്റെ അപ്പൊ തന്നെ അതിന്റെ പിന്നെ സംഭവങ്ങൾ വിശദീകരിച്ച് ഞങ്ങളോട് അപ്പൊ തന്നെ വീഡിയോ അത് കണ്ടു. നിങ്ങളെ വീഡിയോ കാണുമ്പോഴാണ് ഞങ്ങൾ അത് ശ്രദ്ധിക്കുന്ന പോലും തിരിച്ച് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ മാധ്യമ പ്രവർത്തകൻ എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്. കാരണം ഇപ്പൊ കോവിഡാന്തര കാലത്ത് പല സേവനങ്ങൾക്കും എന്നെ വിളിച്ചതാണ്. എനിക്ക് ജീവിതത്തിൽ കണ്ടിട്ട് പോലും അദ്ദേഹത്തിന് ഇരിക്കില്ല. ആളെ പേര് പറയുന്നു, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായി ന്യായമുള്ള വിഷയങ്ങളാണ്. ഭക്ഷണം കിട്ടാത്തതും കിറ്റ് കിട്ടാത്തതും അവിടെ കോവിഡാന്തര കാലത്ത് പലപ്പോഴും പല ആളുകളും അവിടെ ബാക്കിയാണ്. അതൊക്കെ പറയുമ്പോൾ ഞാനത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്തു കൊടുത്താണ്. പക്ഷെ എന്താണ് അദ്ദേഹം ചെയ്തത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ ആ മനുഷ്യരായാലും ആരായാലും ഗോൾഡൻ റഹ്മാനായിട്ട് ഒരു മുൻവൈരാഗ്യമോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ നിന്നാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ? നമ്മളൊരു മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ പല ആളുകളായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. പല വ്യക്തികളും വ്യക്തിബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അതേപോലെ ഒരു വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് നിങ്ങളും. നിങ്ങളിപ്പോ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം. നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോശാനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നിങ്ങളോടുള്ള ഒരു വിശ്വാസം കൂട്ടുറപ്പിക്കാൻ പറ്റുന്നത്. അനുഭവം കൊണ്ടാണല്ലോ പലരും പഠിക്കുന്നത്. അപ്പോൾ പലർക്കും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് ഒരു പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തെന്ന നിലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, ആശംസിക്കുന്നു. സമയപരിമിതി കൊണ്ട് നമുക്ക് നിർത്തേണ്ടി വന്നു. എല്ലാവിധ ആശംസകളും. ഓക്കെ, ഒരുപാട് മുന്നേറാനും പഞ്ചായത്ത് നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.